ഹലോ ഗൈസ്, ജസ്റ്റിലേക്ക് പോകാൻ റെഡിയാകൂ. ഒന്നെ സഹായിക്ക്. എന്തിനാ ഇതൊക്കെ? ട്രൈ വീനസ്. ഇത് അത്ര സ്മൂത്ത് അല്ലേ? അവകാഡോ സൂപ്പർ വീനസ് കംഫർട്ട് സ്ലൈഡിൽ ഇതെല്ലാ കർവിലും സ്മൂത്ത്ലി ഗ്ലൈഡ് ചെയ്യും. വളരെ സ്മൂത്താണ്. ഇൻസ്റ്റന്റ് സ്മൂത്ത്നെസ്. നോ പെയിൻ, നോ ഹാസൽ. അതിലെ ഗിറ്റാർ പഠിക്കും. ഇല്ലെങ്കിൽ വേറൊന്നുണ്ടല്ലോ. ഡ്രമ്മറാകൂ. പറയാനൊരു പേരെങ്കിലും ഉണ്ടാവുമല്ലോ. കൂടാതെ എന്താ ആന്റി? പണ്ട് ആന്റി തന്നെയല്ലേ പറയാറ് ഞാൻ വായ തുറന്നൊരു അക്ഷരം വിട്ടില്ലാന്ന്. I love that. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബേഴ്സ് ചുമ്മാ എയറിലായിട്ടിരിക്കുകയാണ്. പക്ഷേ ഇത് യൂട്യൂബർ കം നമ്മുടെ പഴയതെന്ന് പറയത്തില്ല, നമ്മുടെ ലേറ്റസ്റ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള RJ ബിൻസിയാണ് ഗൈസ് ഇപ്പം എയറിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പം അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മുടെ ഷഫീന ബീബി, അതുപോലെ തന്നെ നമ്മുടെ അഹാന കൃഷ്ണ, അങ്ങനെ പല ആൾക്കാർ അവിടെ എയറിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബിൻസി ഇവിടെ റെഡി ആയിട്ട് വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറച്ച് മുമ്പേ നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിൻസിയുടെ അനിയത്തി സംസാരിക്കുന്നതായിട്ടാണ്. അതായത് അനിയത്തി വന്നിട്ട് ലൈവിൽ വന്ന് പറയുന്നതാണ്, ഇവരെന്നെ ഉപദ്രവിക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കടിച്ചതും, അങ്ങനെ ഭയങ്കര അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് പുള്ളിക്കാരി വന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളാണ് അതിനകത്തൊന്നും മനസ്സിലാവത്തുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നമുക്കെല്ലാം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ കയ്യിൽ കടിച്ച് പറിച്ച പാട്, മുടിയിൽ വലിച്ചു പഠിച്ച സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വെറും ഇത്രയും നാളും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് വെറും നാടകമാണ്. അപ്പോൾ പല യൂട്യൂബേഴ്സിൻ്റെയും മുഖംമൂടി ഇവിടെ അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്ത് നല്ല ഇപ്പം കാരണം RJ ബിൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഓട്ടോയിലാണ് ചാച്ചൻ്റെ ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൂടുതലായിട്ടും പുള്ളിക്കാരി എപ്പോഴും പറയുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ അപ്പം ഞാനാണെങ്കിലും പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ പ്രൗഡോടുകൂടി സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എപ്പോഴും പറയുമ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ അത് ഇറിറ്റേഷനായി തോന്നിയിട്ടുണ്ടെങ്കിലും അതൊരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ അപ്പം ഞാൻ അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഐക്യവും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം അവർക്ക് അമ്മയ്ക്ക് ട്രാവൽ ചെയ്യാൻ, അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ കയറണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആദ്യത്തെ ട്രിപ്പുകളും കാര്യങ്ങളും ഒക്കെ, അതുപോലെ തന്നെ പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലും, അച്ഛന് യൂട്യൂബ് ചാനൽ എടുത്ത് കൊടുത്തതും, എവിടെ പോയാലും അച്ഛനെയും അമ്മയും ഒക്കെ കൊണ്ടുപോകുന്നതും അത്രയും എന്താ പറയുക, നമ്മുടെ അഹാന കൃഷ്ണനെ പോലെ തന്നെ തോന്നിയ ഒരു ആളാണ്. കാരണം ഫാമിലിക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് എന്നൊക്കെ തോന്നിയാണ്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി ഫാമിലിയാണ് എന്നുള്ളതാണ് വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വീണ്ടും നമ്മൾക്ക് ഇങ്ങനെ ഓരോ ആൾക്കാരുടെ വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നതൊക്കെ വെറും റിയൽ ലൈഫ് മാത്രമാണ്. അവരുടെ റിയൽ ലൈഫാണ്. റിയൽ ലൈഫ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി വേറെയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ RJ ബിൻസി ഒന്ന് എയറിൽ കയറിയോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ഇല്ല, കുറച്ചൊരു മീഡിയം ലെവലിലൊക്കെ കയറിയായിരുന്നു. കാരണം ഹസ്ബൻഡിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് എന്താ പറയുക, എനിക്ക് ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്നെ സ്നേഹിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ സ്നേഹം മാത്രം മതി, അല്ലെങ്കിൽ സ്നേഹം മാത്രം കൊതിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങേരെ ഞാൻ നോക്കിക്കോളാം, മാസം യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ മുഴുവനും അങ്ങേർക്ക് കൊടുത്തോളാം, പിന്നെ ഞാൻ പണിയെടുക്കാൻ പോയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. എന്ത് നല്ല മോളല്ലേ. അപ്പോൾ അതിനുശേഷം അവരുടെ അമ്മ കുറച്ചുകൂടെ കളിയാക്കിയ ഒരു വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെ കളിയാക്കി കുറേ വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ എന്താണെങ്കിലും നമ്മുടെ അഹാന കൃഷ്ണൻ ഫാമിലി നിന്ന പോലെ തന്നെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയെന്നും പലപ്പോഴും ഞാനും ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ ഇതൊക്കെയാണ്. പക്ഷേ നമ്മളിപ്പം തട്ടീരാണെങ്കിലും അങ്ങനെയാണെങ്കിലും അഹാനയുടെ ആണെങ്കിൽ പോലും ലൈക്ക് അതിനേക്കാളും കുറച്ചുകൂടെ ലെവൽ താഴെ ആയിപ്പോയോ ഇതെന്ന് എനിക്ക് തോന്നി. കാരണം സ്വന്തം അനിയത്തീനെയാണ് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ എന്നെ ഉപദ്രവിക്കുന്നു എന്നാണ് ആ കുട്ടി ആ വീഡിയോയിൽ പറയുന്നത്.
അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ കൂടിയിട്ടാണോ ഈ കുട്ടീനെ ഉപദ്രവിക്കുന്നത്? ഇനി എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമ്പോൾ മേ ബി വരാമായിരിക്കും, ഞാനൊരു പ്രാങ്ക് ചെയ്തതാണ്, അല്ലെങ്കിൽ അമ്മയാണ് വീഡിയോ എടുത്തത്, അച്ഛൻ അവിടെ അപ്പുറത്തുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയാണ് ഈ ഒരു ഐഡിയ കൊണ്ട് തന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഴുകലും ഉരുളലും ഇങ്ങനെ ഉരുണ്ട് കിടന്നുള്ള സംഭവങ്ങളൊക്കെ കാണാമായിരിക്കാം. അത് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം പൊതുവെ അങ്ങനെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള അടുത്ത എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് വരുമായിരിക്കാം. RJ ബിൻസിയും അടുത്ത എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് വരുമായിരിക്കാം. എന്തായാലും ഇപ്പോൾ യൂട്യൂബേഴ്സിന് നല്ലൊരു കാലം തന്നെയാണ്. കാരണം നമ്മുടെ കല്യാണിക്കുട്ടിയിൽ നിന്ന് തുടങ്ങി നമ്മുടെ അഹാന, അതുപോലെ തന്നെ ഇപ്പോൾ RJ ബിൻസി, അങ്ങനെ പല ആൾക്കാർ, പിന്നെ RJ ബിൻസി ആണെങ്കിൽ പല വീഡിയോസിലും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു ഇവളെ ഇങ്ങനെ തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ്, അച്ഛനും അമ്മയ്ക്കും രണ്ടാമത്തെ ഒരു കുട്ടി വേണമെന്ന് വിചാരിച്ചപ്പോഴത്തേനും ഇവളെ അങ്ങനെ വാങ്ങിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില വീടുകളിലൊക്കെ ഇങ്ങനെ അനുഭവിക്കാറുണ്ട് കേട്ടോ. മോസ്റ്റ്ലി നമ്മൾ ഈ മൂത്തതായിട്ടുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ മൂത്ത ആൾക്കാരാണ് ചിലപ്പം വരാറുള്ളത്. കാരണം അനിയത്തിമാർ വരുമ്പോൾ വാത്സല്യം കൂടുന്ന അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഉപദ്രവിക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതും ഈ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായപൂർത്തിയായ കുറച്ച് ഇതൊക്കെയുള്ള ഒരു കുട്ടിയാണ്, ചെറിയ കുട്ടിയൊന്നുമല്ല. അപ്പോൾ ആ ഒരു കുട്ടിയോടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല ഫാമിലി, ഇഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പോൾ ഇവരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഒന്നും അല്ല എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും ഇവരുടെ എക്സ്പ്ലനേഷന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. മേ ബി ഇതൊരു പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് വരാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ എന്താണെന്ന് നമുക്കറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ വെയിറ്റ് ആൻഡ് സീ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ കൂടുതൽ വീഡിയോസൊന്നും കട്ട് ചെയ്ത് വെക്കുന്നില്ല. ബിക്കോസ് ഇപ്പോൾ രാത്രി 12 മണി ആയതുകൊണ്ട് തന്നെ എനിക്കിനി അത് എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് കയറ്റാനുള്ള ഇതില്ല. ഓൾറെഡി വേറൊരു വീഡിയോയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ആദ്യത്തെ ആ വീഡിയോയിലൂടെ നിങ്ങളെല്ലാം മനസ്സിലാക്കുക. ബാക്കിയൊക്കെ ഞാൻ എൻ്റെ വായിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇച്ചിരിയെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ഗൈസ്. എന്നും വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ നമുക്ക് കിട്ടുന്ന ലൈക്കും കമൻസും റീച്ചും ഒക്കെ കുറച്ച് കുറവാണ്. അപ്പം നിങ്ങൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറച്ച് റീച്ചും ലൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആക്ച്വലി ഇതൊന്നും ഞാൻ പറയത്തില്ലായിരുന്നു, നമ്മുടെ ബാക്കിലോട്ടുള്ള വീഡിയോസിലൊന്നും പറയാറില്ലായിരുന്നു. അപ്പം നിങ്ങൾ കണ്ടു പോകുന്നവരങ്ങ് കണ്ടിട്ട് പോകുമാ ഇതെന്നൊക്കെ മറന്നു പോയോ എന്ന് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും ഇത് എടുത്തെടുത്ത് എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗൈസ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ഗൈസ്.